ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ജോബുകളിൽ പറഞ്ഞാണ് വർക്കെന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് മിറർ മാറ്റാൻ, അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണത്. നമുക്ക് വണ്ടി ഓടിയേക്കുന്നത് 63,440 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വണ്ടിക്ക് വലിയ കുറവ് കാണിക്കുന്നുണ്ട്. ക്ലച്ച് സൈഡിൽ ഒരു വീല് കംപ്ലൈൻറ്റ് വന്നിട്ട് വണ്ടി ജെർക്കിങ് ഉണ്ട്. അങ്ങനെ 1-2 പ്രോബ്ലംസ് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടിയായിരുന്നു കേട്ടോ. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്ന കമ്പനി ലൈനറാണ്. ലൈനർ അത്യാവശ്യം നമുക്ക് ക്ലച്ച് ലൈനറുമേ ബ്രേക്ക് ഷൂമേ അത്യാവശ്യം ലൈനർ കാണുന്നുണ്ട്. പക്ഷേ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റിങ് മാക്സിമം ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത സർവീസിൽ എന്തെങ്കിലും ലൈനർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഗിയറിനകത്ത് തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ബാക്ക് ടയർ അത്യാവശ്യം കുറച്ചും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ മാറ്റി കളഞ്ഞു കേട്ടോ. നിസ്സാരം കൂടി ഉള്ളത്, മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. ഓട്ടം നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. ഹബിന് അത്യാവശ്യം തേയ്മാനം ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈനർ മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റാത്ത കേട്ടോ. കാരണം ഈ ലൈനർ തേയണതിൻ്റെ അനുസരിച്ച് അതേപോലെ തന്നെ ഹബിന് തേയ്മാനം വരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ലൈനറിൻ്റെ അത്രയും വരില്ലെങ്കിലും ഈ ഹബിന് തേയ്മാനം വന്നിട്ടുണ്ട്. ഈ ലൈനർ പിന്നീട് നമ്മൾ മാറ്റേണ്ട സമയത്ത് ഹബും ലൈനറും കൂടി മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലൈനറിപ്പോൾ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഏകദേശം അത്യാവശ്യം ലൈനർ ഉപയോഗിക്കാനുണ്ട്, 2 ലൈനറുമേ. പക്ഷേ നമുക്കിവിടെ ബ്രേക്ക് അഡ്ജസ്റ്റിങ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഏകദേശം എത്ര 3/4 ഭാഗം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും ലൈനർ കയറി തേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഹബിന് തേയ്മാനം ഉള്ളതുകൊണ്ട് ലൈനർ അത്രയും ഉള്ളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ രീതിയിൽ വന്നത്. തൽക്കാലം ഇപ്പോൾ ക്ലീൻ ചെയ്തിടാം, നെക്സ്റ്റ് ടൈം മാറ്റുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ ഗിയർ ഓയിൽ നോക്കിയായിരുന്നു, നല്ല ഓയിലാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വലിയ കുറവ് വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ മാത്രമല്ല, ഇതിനകത്ത് ഫ്യൂൽ പമ്പ് വരുന്നുണ്ട്. പമ്പ് വന്ന മോഡലാണ്. ആ ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്ററും ബ്ലോക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും മാറ്റിയിടാണ് ഏറ്റവും ബെറ്റർ അതായിരിക്കും. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കൂടെ നമുക്ക് ഈ പ്ലഗും കൂടി മാറ്റി വിടണം. നമുക്ക് ഈ എയർ ഫിൽറ്റർ ക്ലീനിങ് ചേഞ്ചിങ് ഒക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്നതാണ്. പക്ഷേ ഫ്യൂൽ പമ്പ് അഴിച്ച് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ നമുക്ക് പേയ്മെൻറ്റ് വന്ന കേസാണ് കേട്ടോ. ലേബർ ചാർജ് വ്യത്യാസം വരും, പാർട്സിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ചെയ്ത് പോകണമെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. വണ്ടിക്ക് വലിയിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, നോക്കിയിട്ടൊന്ന് പറയാം. കാരണം അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മിസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ച് നിങ്ങൾ വീണ്ടും കയറ്റേണ്ടതായിട്ട് വരും. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്ത് ഈ ഒരു വീല് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണ് വണ്ടി ബാക്ക് സൈഡിൽ നിന്നൊരു സൗണ്ട് വ്യത്യാസവും അതേപോലെ തന്നെ ഒരു മുഴക്ക സൗണ്ടൊക്കെ വന്നേണ്ട കേസ്. ഈ സൈഡ് നോക്കുമ്പോൾ ഇത് വേരിയേറ്റർ ബോഡി എന്ന് പറയും, ബോസ് ഡ്രൈവ്, ഈ രണ്ടായിട്ടും തമ്മിലുള്ള തേയ്മാനം നല്ല രീതിയിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം എത്ര ഷെയ്ക്കിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. കൈയോടെ മാറ്റി കളയണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ പിന്നീട് മാറ്റുമ്പോഴത്തേക്ക് ആ റോളർ കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അത് അടിച്ച് അലുമിനിയാണ്, അത് അടിച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയത്തെ വീലുകളിലേക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റഡ് അതിനകത്ത് ഇതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ക്ലച്ച് യൂണിറ്റ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് പോകണ്ട. നമുക്ക് കിടക്കുന്നത് ഓൾറെഡി കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബെൽറ്റ് ഇപ്പോൾ മാറ്റണമെന്നില്ല, നിലവിൽ കിടന്ന് ഓടിക്കോളും. കാരണം നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസ് വരെയൊക്കെ സിമ്പിളായിട്ട് കിടന്നോളും. അപ്പോൾ അത് ആ രീതിയിൽ മാറ്റിയാലും മതി. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ലീക്കേജ് കാണിക്കുന്നുണ്ട്. കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്ക് ആയിരിക്കണം കേട്ടോ. അത് കൈയോടെ മാറ്റി വിടുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഈ ആക്സിലേറ്ററിൻ്റെ കേസ്, ആക്സിലേറ്റർ ടൈറ്റാണ്. നിങ്ങൾക്കത് കംപ്ലയിൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ഞാൻ എസ്റ്റിമേറ്റിനകത്തൊക്കെ ആക്സിലേറ്റർ കേബിൾ അടക്കം ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപ്രൂവൽ തന്നാൽ മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. ഓൾറെഡി അത് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിക്കും. ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമം ആണ്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് തീർന്നേക്കണം കേട്ടോ. അഴിച്ച് ലൈനർ മാറ്റി പുതിയതുണ്ടായിട്ട് വരും. ഈ സൈഡ് റിഫ്ലക്ടറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, അപ്പോൾ അത് പറഞ്ഞ് സെറ്റ് ചെയ്തേക്കാം. പിന്നെ വണ്ടി എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഇടിയൊക്കെ കിട്ടിയിട്ട് ഈ സെൻറ്റർ കവറൊക്കെ അലൈൻമെൻറ്റൊക്കെ പോയി കിടക്കണേ. ഈ സൈഡൊക്കെ ചിളങ്ങിയിട്ടുണ്ട്. ഫോർക്കിൻ്റെ ഭാഗത്ത് വേറെ നോക്കുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ആക്ഷനൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 2024 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. വാറണ്ടി ഉള്ള ബാറ്ററിയാണ്. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കി, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.30. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ. പിന്നെ അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിലും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട, ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഞാൻ അതിൻ്റെ മൊത്തത്തിൽ ഉള്ള ഒരു എസ്റ്റിമേറ്റ് ഇടാം, നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടണേ. എയർ ഫിൽറ്റർ നമ്മൾ മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ആണ്. എയർ ഫിൽറ്റർ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ അലുമിനിയം വീലും അതിൻ്റെ ബോസ് ഡ്രൈവ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്കും എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഹെഡിൻ്റെ സൈഡ് ലീക്ക് ഉള്ളതുകൊണ്ട് ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബറും ഉൾപ്പെടുത്തുന്നുണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് ലിവർ പൊട്ടിപ്പോയിട്ടുണ്ട്, മിറർ പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ബാൻഡ് ലൂസായിട്ട് തന്നെ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ അത്യാവശ്യം ആ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ ലേഡീസ് ഫോട്ടോസ് എന്തെങ്കിലും ചെയ്യേണ്ടി നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ. അത് എസ്റ്റിമേറ്റിൽ ഇടുന്നില്ല, ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ അത് മാറ്റി വിടാം. ഓക്കെ.